എസെൻഷ്യൽ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന ഈ പാഠ്യപദ്ധതിയിലെ മലയാളം സീരീസിലെ യൂണിറ്റ് 19 നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ 18 അധ്യായങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതിൽ മെയിനായിട്ട് പ്രൈമറി ഓക്സിലറി വെർബുകൾ ഡു, ഡസ്, ഡിഡ്, ആം, ഈസ്, ആർ, വാസ്, വേർ, ഹാവ് ആൻഡ് ഹാസ് എന്നുള്ളതിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹാവ് ആൻഡ് ഹാസുമായി ബന്ധപ്പെട്ട് വരുന്ന 3 പദങ്ങളാണ് ഫോർ, സിൻസ് ആൻഡ് എഗോ. ഇതാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം വിശദമായിട്ട്. ഓക്കെ, യൂണിറ്റ് 19 ഫോർ, സിൻസ് ആൻഡ് എഗോ. ഫോർ ആൻഡ് സിൻസ് ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്ന്. വി യൂസ് ഫോർ ആൻഡ് സിൻസ് ടു സേ ഹൗ ലോങ്, എത്ര നേരം ആയിട്ടൊരു കാര്യം ചെയ്യുന്നു എന്ന് പറയാനാണ് നമ്മൾ ഫോറും സിൻസും യൂസ് ചെയ്യുന്നത്. ഉദാഹരണം നോക്കാം. ജിൽ ഈസ് ഇൻ അയർലാൻഡ്. ജില്ല് അയർലൻഡിലാണ്. ഷി ഹാസ് ബീൻ ദെയർ ഫോർ 3 months. 3 മാസമായിട്ട്. അവിടെ അപ്പോൾ ഫോർ എന്ന് പറയുമ്പോൾ 3 മാസമായില്ല, 3 days, 3 ദിവസമായിട്ട് അവർ അയർലൻഡിലാണ് എന്നർത്ഥം. ആൻഡ് ഷി ഹാസ് ബീൻ ദെയർ സിൻസ് മൺഡേ. തിങ്കളാഴ്ച മുതൽ അവൾ അയർലൻഡിലാണ് എന്നർത്ഥം. വി യൂസ് ഫോർ പ്ലസ് എ പീരീഡ് ഓഫ് ടൈം. ഒരു പീരീഡ് ഓഫ് ടൈമിനാണ് നമ്മൾ ഫോർ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 3 days, 2 years എന്നിങ്ങനെയുള്ളത്. ആൻഡ് വി യൂസ് സിൻസ് ദ സ്റ്റാർട്ട് ഓഫ് ദ പീരീഡ്. ഒരു പീരീഡിൻ്റെ തുടക്കത്തിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സിൻസ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. മൺഡേ, അറ്റ് 9 o'clock എന്നിങ്ങനെയുള്ള വാക്കുകൾ. ഉദാഹരണം നോക്കൂ. മൺഡേ, ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ. അപ്പോൾ 3 ദിവസമായി. ഫോർ 3 days എന്നുള്ളത് ആ ദിവസത്തെ മൊത്തം കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്. പാസ്റ്റ് മുതൽ ഇതുവരെയുള്ള കാലയളവ്. ഇനി നോക്കൂ. സ്റ്റാർട്ട് ഓഫ് ദ പീരീഡ് സിൻസ് മൺഡേ, മുതൽ, അതായത് തിങ്കളാഴ്ച മുതൽ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ സിൻസ് ഉപയോഗിക്കുന്നത്. അതാണ് ഫോറും സിൻസും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഫോർ ഉപയോഗിക്കുന്ന വാക്കുകൾ നോക്കൂ. ഫോർ 3 days, ഫോർ ആൻ അവർ, 1 മണിക്കൂറായിട്ട്, ഫോർ എ വീക്ക്, ഒരാഴ്ചയായിട്ട്, ഫോർ എ മന്ത്, 1 മാസമായിട്ട്, ഫോർ 5 years, 5 വർഷമായിട്ട്, ഫോർ 10 minutes, 10 മിനിറ്റായിട്ട്, ഫോർ 2 hours, 2 മണിക്കൂറായിട്ട്, ഫോർ 2 weeks, 2 ആഴ്ചകളായിട്ട്, ഫോർ 6 months, 6 മാസങ്ങളായിട്ട്, ഫോർ എ ലോങ് ടൈം, കുറേ കാലമായിട്ട് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. സിൻസ് ഉപയോഗിക്കുന്നത് ഒരു കൃത്യമായ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരിക്കും. സിൻസ് മൺഡേ, തിങ്കളാഴ്ച മുതൽ. സിൻസ് 9 o'clock, 9 മണി മുതൽ. സിൻസ് 24 ജൂലൈ, ജൂലൈ 24 മുതൽ. സിൻസ് ജനുവരി മുതൽ. സിൻസ് 1985, 1985 മുതൽ. സിൻസ് വെനസ്ഡേ മുതൽ. സിൻസ് 12:30, 12:30 മുതൽ. സിൻസ് ക്രിസ്മസ് മുതൽ. ഐ വാസ് 10 years old, സിൻസ് ഐ വാസ് 10 years old, ഞാൻ 10 വയസ്സ് ആയിരിക്കുന്ന കാലം മുതൽ എന്നർത്ഥം. ആൻഡ് സിൻസ് വി അറൈവ്, ഞങ്ങൾ എത്തിയത് മുതൽ എന്നർത്ഥം. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നു. റിച്ചാർഡ് ഹാസ് ബീൻ ഇൻ കാനഡ ഫോർ 6 months. റിച്ചാർഡ് 6 മാസമായിട്ട് കാനഡയിലാണ് എന്നർത്ഥം. അവിടെ ഈസ് അല്ല ഉപയോഗിക്കുന്നത്, ഹാസ് ബീൻ ആണ്. കാരണം കുറേ പാസ്റ്റ് മുതൽ പ്രസൻറ്റ് വരെയുള്ള കാലഘട്ടമായതുകൊണ്ടാണ് എന്തുപയോഗിക്കുന്നത്, ഹാസ് ബീൻ എന്നുള്ളത് ഉപയോഗിച്ചതും. പിന്നെ ഫോർ 6 months, 6 മാസം. അവിടെ സിൻസ് 6 months എന്നല്ല പറയേണ്ടത് എന്നർത്ഥം. നമുക്ക് റിച്ചാർഡ് ഹാസ് ബീൻ ഇൻ കാനഡ സിൻസ് ജനുവരി മുതൽ. അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ സിൻസ് ആണ് ഉപയോഗിക്കുക, ഫോർ അല്ല. ഓക്കെ, ഫ്രം ജനുവരി ടു നൗ, ജനുവരി മുതൽ ഇതുവരെയുള്ള കാലയളവിനെ കുറിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ഉദാഹരണം നോക്കൂ. വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ 2 hours, 2 മണിക്കൂറായിട്ട് ഞങ്ങൾ കാത്തുനിന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ സിൻസ് 2 hours എന്ന് പറയില്ല. ആൻഡ് വി ഹാവ് ബീൻ വെയിറ്റിംഗ് സിൻസ് 9 o'clock എന്നാണ് പറയുക. 9 മണി മുതൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ സമയത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുമ്പോൾ സിൻസും, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇല്ല, ഒരു നിശ്ചിത സമയമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, ഫോറും ഉപയോഗിക്കുന്നു. ഇവിടെ നോക്കൂ. ഫ്രം 9 o'clock നൗ എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഐ ലിവ്ഡ് ഇൻ ലണ്ടൻ ഫോർ ലോങ് ടൈം, കുറേ കാലം ഞാൻ ലണ്ടനിൽ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോർ ലോങ് ടൈം എന്നതാണ്. ഐ ലിവ്ഡ് ഇൻ ലണ്ടൻ സിൻസ് ഐ വാസ് 10 years old, ഞാൻ 10 വയസ്സ് മുതൽ, എനിക്ക് 10 വയസ്സായിരിക്കുന്ന കാലം മുതൽ ഞാൻ ലണ്ടനിൽ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ 10 വയസ്സായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉള്ളത് കൊണ്ട് നമ്മൾ സിൻസ് എന്ന് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി എഗോ എന്നുള്ള വാക്കാണ്. ബിഫോർ നൗ, മുമ്പ് എന്നുള്ള അർത്ഥത്തിലാണ് എഗോ ഉപയോഗിക്കുന്നത്. സൂസൻ സ്റ്റാർട്ടഡ് ഹാർ ന്യൂ ജോബ് 3 weeks ago, 3 ആഴ്ചകൾക്ക് മുമ്പ് സൂസൻ അവിടെ ജോലി സ്റ്റാർട്ട് ചെയ്തു തന്നു. 3 weeks ബിഫോർ നൗ, അപ്പോൾ ഇപ്പോൾ മുതൽ 3 ആഴ്ചകൾക്ക് മുമ്പ് എന്നർത്ഥം. വെൻ ഡി ടോം ഗോ ഔട്ട്, എപ്പോഴാണ് ടോം പുറത്തു പോയത്, 10 minutes ago. ഓക്കെ, 3 മിനിറ്റ് മുമ്പ്, 10 മിനിറ്റ് മുമ്പ്. 10 minutes ബിഫോർ നൗ, ഈ പറയുന്ന നിമിഷത്തിന് 10 മിനിറ്റ് മുമ്പ് എന്നർത്ഥം. ഐ ഹാഡ് ഡിന്നർ ആൻ അവർ ago, 1 മണിക്കൂർ മുമ്പ് ഞാൻ ഡിന്നർ കഴിച്ചു എന്നർത്ഥം. ആൻഡ് ലൈഫ് വാസ് വെരി ഡിഫറെൻറ്റ് 100 years ago. ഓക്കെ, 100 വർഷം മുമ്പ് ജീവിതം വളരെ വ്യത്യസ്തമായിരുന്നു. വി യൂസ് എഗോ വിത്ത് ദ പാസ്റ്റ്, സ്റ്റാർട്ടഡ്, ഡിഡ്, ഹാഡ്, വാസ്. പാസ്റ്റിൻ്റെ മുന്നെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സിമ്പിൾ പാസ്റ്റിൻ്റെ മുമ്പേയാണ് നമ്മൾ എഗോ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. കമ്പയർ എഗോ ആൻഡ് ഫോർ. വെൻ ഡിഡ് ജിൽ അറൈവ് ഇൻ അയർലൻഡ്, ഷീ അറൈവ്ഡ് ഇൻ അയർലൻഡ് 3 days ago.
അപ്പോൾ എഗോ എന്നുള്ളത് ഇവിടെ സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസുകൾ ഉപയോഗിക്കുകയാണ്. 3 ദിവസം മുമ്പാണ് അവൾ അവിടെ എത്തിയത്. ഹൗ ലോങ് ഹാസ് ഷി ബീൻ ഇൻ അയർലൻഡ്? ഷി ഹാസ് ബീൻ ഇൻ അയർലൻഡ് ഫോർ 3 days. അപ്പോൾ നമ്മൾ ഒരു കഴിഞ്ഞ കാലം മുതൽ ഇതുവരെയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുമ്പോഴെങ്കിൽ ഫോർ 3 years ആണ് എഗോ എന്നുള്ളതല്ല ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പാഠങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഫോർ ആൻഡ് സിൻസ് എന്നുള്ള 18ാമത്തെ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഫ്രം, അൻറ്റിൽ, സിൻസ് ആൻഡ് ഫോർ എന്നുള്ളതിനെ കുറിച്ച് 97ാമത്തെ അധ്യായത്തിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. ആൻഡ് ഫോർ ആൻഡ് ഡ്യൂറിങ് എന്നുള്ളത് 98ാമത്തെ അധ്യായത്തിലുമുണ്ട്. അതാണ് ഇനി കൂടുതൽ പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ എക്സസൈസുകൾ നോക്കാം. റൈറ്റ് ഫോർ ഓർ സിൻസ്. ഇവിടെ ജിൽ ഹാസ് ബീൻ ഇൻ അയർലൻഡ് സിൻസ് മൺഡേ എന്ന് കൊടുത്തിട്ടുണ്ട്. സിൻസ് വെച്ചിട്ടൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ജിൽ ഹാസ് ബീൻ ഇൻ അയർലൻഡ് ഫോർ 3 days. 3 ദിവസങ്ങളായിട്ട് അയർലൻഡിലാണ് എന്നുള്ള അർത്ഥത്തിൽ ഒരർത്ഥം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3, 4 മുതൽ 8 വരെ ഉള്ള ചോദ്യങ്ങൾക്ക് ഇവിടെ ഫോർ ആണോ സിൻസ് ആണോ ഏതാണ് സ്യൂട്ടബിൾ എന്നുള്ളത് നോക്കി നിങ്ങൾ എഴുതണം. അങ്ങനെ എഴുതിയിട്ട് കറക്റ്റ് ആൻസർ കീ ചെക്ക് ചെയ്യാം. കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫോറും സിൻസും മനസ്സിലായിരിക്കുന്നു എന്നർത്ഥം. ആൻഡ് ആൻസർ ദീസ് ക്വസ്റ്റ്യൻ യൂസ് എഗോ. എഗോ എന്ന് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഒന്നാമത്തെ ഉദാഹരണം കൊടുക്കുന്നു. വെൻ വാസ് യുവർ ലാസ്റ്റ് മീൽ? 3 hours ago. ഓക്കെ, എപ്പോഴാണ് നിങ്ങൾ അവസാനം ഭക്ഷണം കഴിച്ചത്? 3 മണിക്കൂർ മുമ്പ് എന്നർത്ഥം. അതേപോലെ വെൻ വാസ് ദ ലാസ്റ്റ് ടൈം യു വേർ ഇൽ? നിങ്ങൾക്ക് അസുഖം പിടിച്ചിട്ട് എപ്പോഴായിരുന്നു ഏറ്റവും ലാസ്റ്റ് സമയം അസുഖം പിടിച്ചത്? അപ്പോൾ ഇതേപോലെ എഗോ വെച്ചിട്ട് നിങ്ങൾ സെൻറ്റൻസ് എഴുതണം. ഈ 5 എണ്ണത്തിനും അങ്ങനെ തന്നെ ചെയ്യണം. എന്നിട്ട് ആൻസർ കീ ചെക്ക് ചെയ്യുക. ഓക്കെ, ആൻസർ കീ ചെക്ക് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ എഗോ എന്നുള്ളതിൻ്റെ യൂസേജ് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു എന്നർത്ഥം. ആൻഡ് കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് യൂസ് ദ വേർഡ്സ് ഇൻ ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ട് ആ വാക്കുകളും പ്ലസ് ഫോർ ആൻഡ് എഗോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ സെൻറ്റൻസ് കറക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് 3ാമത്തെ എക്സസൈസ്. ജിൽ അറൈവ്ഡ് ഇൻ അയർലൻഡ് 3 days ago. ഇവിടെ 3 days എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 days ago എന്ന് കൊടുത്തു. ആ 3 days ഇവിടെ എഗോ എന്നുള്ളത് കൊടുത്തുകൊണ്ട് നമ്മളൊരു ഉദാഹരണം ചെയ്തിരിക്കുന്നു. ആൻഡ് ജിൽ ഹാസ് ബീൻ ഇൻ അയർലൻഡ്. ഹാസ് ബീൻ ആണോ എന്നുള്ളത്. അപ്പോൾ ഫോർ 3 days. ഇവിടെ സിമ്പിൾ പാസ്റ്റ് വന്നതുകൊണ്ട് എഗോ ഉപയോഗിച്ചിരിക്കുന്നു. ഹാസ് ബീൻ വന്നതുകൊണ്ട് ഫോർ ഉപയോഗിച്ചിരിക്കുന്നു. അതേപോലെ ബാക്കിയുള്ളതും നിങ്ങൾ ചെയ്യണം. എന്നിട്ട് ആൻസർ കീ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. 4ാമത്തെ എക്സസൈസ് നോക്കൂ. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് വിത്ത് ഫോർ ഓർ സിൻസ്. സിൻസോ അല്ലെങ്കിൽ ഫോറോ ഉപയോഗിച്ചുകൊണ്ട് ഈ സെൻറ്റൻസുകൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ജിൽ ഈസ് ഇൻ അയർലൻഡ് നൗ. ഷി അറൈവ്ഡ് ദെയർ 3 days ago. അപ്പോൾ ഷി ഹാസ് ബീൻ ദെയർ ഫോർ 3 days. 3 ദിവസമായിട്ട് അവർ അവിടെ ഉണ്ട് എന്നർത്ഥം. അതേപോലെ ഈ 8 എണ്ണം നിങ്ങൾ കറക്റ്റായിട്ട് ഫോറോ അല്ലെങ്കിൽ സിൻസോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. ആൻസർ കീ ചെക്ക് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോർ ആൻഡ് സിൻസ് പഠിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. അടുത്തത് 5ാമത്തെ റൈറ്റ് സെൻറ്റൻസസ് അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളെക്കുറിച്ച് കുറച്ച് സെൻറ്റൻസുകൾ എഴുതാം. ബിഗിൻ വിത്ത് ദ വേർഡ്സ് ഇൻ ബ്രാക്കറ്റ്. ബ്രാക്കറ്റിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഐഫ് ലിവ്ഡ്, ഐഫ് ബീൻ ലേണിംഗ്, ഐഫ് നോൺ, ഐഫ് ഹാഡ്. ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെക്കുറിച്ചുള്ള സെൻറ്റൻസുകൾ എഴുതുക എന്നുള്ളതാണ് 5ാമത്തെ എക്സസൈസിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചത് ഫോർ, സിൻസ് ആൻഡ് എഗോ എന്നുള്ളതാണ്. ഫോർ എന്നുള്ളത് ഒരു നിശ്ചിത കാലഘട്ടം, പാസ്റ്റ് മുതൽ ഇതുവരേക്കുള്ള കാലഘട്ടത്തിനെ കുറിച്ചിട്ട് പറയുന്നു. സിൻസ് എന്നത് ഉപയോഗിക്കുന്നത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിനാണ്. എഗോ എന്നുള്ളത് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ കൂടെ മുമ്പ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇത്രയാണ് ഈ പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത പാഠത്തിൽ 20ാമത്തെ പാഠത്തിൽ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതോടുകൂടി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസുകളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ കഴിയും. പിന്നെ അടുത്ത ടെൻസുമായി ബന്ധപ്പെട്ട പാഠങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുവരെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.